കേട്ടറിയാനും നാടിന്റെ നൊമ്പരം കണ്ടറിയാനും നാട്ടുകൂട്ടം കാണാനും നാട്ടറിവുകൾ കേൾക്കാനും നാടിന്റെ നൊമ്പരം കണ്ടറിയാനും നാടിന്റെ നൊമ്പരം കണ്ടറിയാനും. നിങ്ങൾക്കറിയോ ഇവർ ആരൊക്കെയാണെന്ന്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങൾക്കറിഞ്ഞിട്ടെന്തിനാ? ഇത് ഞങ്ങളുടെ കാര്യം. ഈ കത്തിക്കൊലക്കത്തി ഇത് നമ്മളിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. വരൂട്ടേ, നാം ഒന്ന് ചേരേണ്ട സമയമെത്തിയിരിക്കുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വത്തുവകകൾ വേണ്ടത് തന്നെ. പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് നേടിയ സ്വത്തുവകൾ അവരറിയാതെ കൈവശം വയ്ക്കാമോ? ഇല്ല, ഇല്ല, ഇല്ലേ ഇല്ല. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, ഭരണഘടന പരിഷ്കരണത്തിനുള്ള അവകാശം. വന്ദേ മാതരം സസ്യശ്യാമള മാതരം വന്ദേ മാതരം വന്ദേ മാതരം. കണ്ടതൊന്നും കണ്ടവയല്ല, കേട്ടതൊന്നും കേട്ടവയല്ല, കാണാനുള്ളത് കണ്ടതുമില്ല, കണ്ടുക കേട്ടുക മിണ്ടുക. വഴിയുണ്ട്, പക്ഷേ കൂടെ നിർത്തണം. ആരാധനാലയമല്ലേ താഴ്ത്തപ്പെട്ടത്? അവരെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്തണം. നമുക്കൊരു ബില്ലൊരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, വഖഫ് ഭേദഗതി. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൊടുത്ത് സ്ഥലം നൽകാം, അത്ര തന്നെ. വർഗീയത തുലയട്ടെ. ആ പ്രീണനത്തിന്റെ ബാക്കി പത്രം നമ്മുടെ തലവെക്കിയിരിക്കുന്നു. ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യൻ ജീവിതമോഹം കടലിൽ പിടിക്കുന്നു, കടലുകളിൽ
എന്റെ സ്ഥലമാണ്, ഞാൻ വാങ്ങിയ സ്ഥലമാണ്. ഇല്ല സാറേ, എനിക്ക് ആധാരം ചെയ്തത് ഇത്ര നാൾ ഞാൻ കരമടച്ചതോടെ തന്നെ. എടോ, ഈ ഭൂമി വകുപ്പോടിന്റേതാണ്. അതെന്ത് പണിയാണ്? റവന്യൂ നിയമപ്രകാരം ഞാൻ പോക്ക് വരവ് നടത്തി, ആധാരം ചെയ്തതല്ലേ? ആടോ, ഇനിപ്പണിയാണ്. അവർ ഇതിന് അവകാശം ഉന്നയിച്ചിരിക്കുന്നു. വകുപ്പിന്റേതെന്ന് അവർ പറഞ്ഞാൽ അത് വകുപ്പിന്റെ തന്നെ. അതിന് തെളിവ് വേണ്ടേ? അതെ, നമ്മൾ തെളിയിക്കണം. നിങ്ങൾ അയ്യോ, എന്റെ ഭൂമി എന്റേതെന്ന് ഞാൻ തെളിയിക്കുന്നതിന് ഈ ആധാരം ഒരിക്കൽ വകുപ്പിന്റേതായാൽ എപ്പോഴും വകുപ്പിന്റെ തന്നെ. പിന്നെ തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെ കരമടക്കുന്നവരും ആധാരപ്രകാരം ഭൂമി വാങ്ങിയവരുമാണ്. പിന്നെ വകുപ്പോടിനാണ് അവകാശമെങ്കിൽ അത് വാങ്ങുമ്പോൾ തന്നെ പറയണമായിരുന്നു, അല്ലെങ്കിൽ നൽകാതിരിക്കണമായിരുന്നു. നിയമാനുസൃതം ഒരു മുന്നറിയിപ്പെങ്കിലും നൽകണമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നിയമസഭയിൽ പഴുതുണ്ടാക്കിയത് ആരെ പീഡിപ്പിക്കാൻ? ഇനി എന്ത് പ്രവാചക ശബ്ദങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കും. എല്ലാവർക്കും തുല്യമായ നിയമ പരിരക്ഷ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തുകയും നിങ്ങൾ നടത്തുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ അധികാരം. ഒരേ മാതാവിന്റെ മക്കളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്നുവോ? മതേതരത്വവും ജനാധിപത്യവും നിങ്ങൾക്ക് കളിപ്പാട്ടമോ? ഇന്ത്യൻ ഭരണഘടനയോടുള്ള നിർവാജ്യമായ പൂർവ്വം വിശ്വസ്തതയും പുലർത്തിക്കൊണ്ട് ഒരു ജനത കേഴുന്നു. ജനിച്ച വീടും ഞങ്ങൾ കന്യമാക്കല്ലേ, ഞങ്ങൾ കന്യമാക്കല്ലേ. പിറന്ന മണ്ണും ജനിച്ച വീടും ഞങ്ങൾ കന്യമാക്കല്ലേ, ഞങ്ങൾ കന്യമാക്കല്ലേ, ഞങ്ങൾ കന്യമാക്കല്ലേ. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ജയ് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമർപ്പിടാൻ വടക്കേക്കര വാർഡ് മെമ്പർ ഞങ്ങളുടെ ഇടവകാംഗവുമായിട്ടുള്ള ശ്രീ ആന്റണി പടമാട്ടുന്നൽ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും അവരുടെ ഈ ദിവസങ്ങളിൽ അവർ ഒത്തിരിയേറെ പ്രാക്ടീസ് ചെയ്തു, നമുക്ക് വേണ്ടി ഇത് അവതരിപ്പിച്ചു, പല സ്ഥലങ്ങളിലായിട്ട് അവർ അവതരിപ്പിച്ചു. എല്ലാറ്റിനും നന്ദി പറയുന്നു. മുനമ്പ ജനതയോടൊപ്പം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഈ മക്കളുടെ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ എൻ്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി പടമാട്ടുന്നതിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം മുനമ്പം ജനതയോടുള്ള ചെട്ടിക്കാട് ദേവകയുടെ ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ കുട്ടികളുമായി 2-3 വേദികൾ തിരുവനന്തപുരം വരെ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആന്റണി, ഇത് ജിൻഷ,
ലീജിയ, നിഷ, നിത, എറിക്, റോഷൻ, ജിബിൻ, സ്നേഹ, ജിതിൻ, സഫിൻ, അഞ്ജലി, അലൻ, വിശാൽ. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഈ കുട്ടികളെ ഒരുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഫുൾ ടൈം ഞങ്ങളുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം കേന്ദ്ര സമിതി പ്രസിഡന്റ് കൂടെയുണ്ട്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി തുടങ്ങി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടും ഏത് കാര്യത്തിനും ഞങ്ങളുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, നമ്മോടുകൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് ചെട്ടിക്കാട് ഇടവയെന്ന് കടന്നു വന്ന വികാരി അച്ഛൻ ബെന്നി വാഴക്കുട്ടത്തച്ഛനും അതുപോലെ കൊച്ചച്ഛനും കേന്ദ്ര സമിതി പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങളുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് ഒരുങ്ങി നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പ്രശ്നം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് 5 മിനിറ്റിനുള്ളിൽ അത് അവതരിപ്പിക്കുകയും മനോഹരമായിട്ട് നമ്മുടെ രാജ്യം മതേതരത്തിൽ എന്ന് നീങ്ങണമെന്ന് നല്ലൊരു സന്ദേശം ഈ തെരുവ് നാടകത്തിലൂടെ നമുക്ക് നൽകിയ ഈ യുവാക്കൾക്ക് ഈ ഇടവകയുടെ പേരിലും ഭൂസംരക്ഷണ സമിതിയുടെ പേരിലും ഒത്തിരി നന്ദി പറയുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം വലിയൊരു മഹത്തായ കാര്യമാണ്. ഇത് സംവിധാനം ചെയ്ത ആന്റണി ചേട്ടന് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഒരു ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മെസ്സേജ് എന്താണെന്ന്, വഖഫ് എന്താണ് ഈ മുൻപ് പ്രശ്നം, ആളുകളുടെ പ്രശ്നം എന്താണ്, നമ്മൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, നമ്മൾ എന്നും ഒരു ഇന്ത്യയുടെ മക്കളാണെന്ന ആ ഒരു ചിന്ത വളരെ വ്യക്തമായിട്ട് ഈ തെരുവ് നാടകത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായി നടത്തുകയും അതോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാ യുവാക്കൾക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ ഇതൊക്കെ ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. കാരണം നിങ്ങൾ എവിടെ പോയി ചെയ്താലും നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരികയാണ്. 27 വർഷങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ നമ്മളൊരു പുതിയൊരു ബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ മുന്നോട്ട് പോകണം. നമ്മളൊരു സെക്യുലർ കൺട്രിയാണ്, മതേതര രാജ്യമാണ്. ഇവിടെ ഭരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയാണ്. ആ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തെരുവ് നാടകത്തിലൂടെ വെളിപ്പെടുത്തിയതിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇതിന് മുൻകൈ എടുത്ത ബെന്നി വാഴക്കുട്ടത്തച്ഛനും കൊച്ചച്ഛനും ഇവിടെ സഹകരിച്ച കേന്ദ്ര സമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ ദൈവം ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ 10 മണിയോടുകൂടി